ഏത് രാജ്യത്ത് താമസിച്ചാലും എത്ര വലിയ മണിമാളികയിലായാലും മനുഷ്യന്റെ ബേസിക് സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. മുമ്പൊരു ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴേക്കും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു നൊമ്പരം. ഇന്ന് ബോബിയച്ചൻ്റെ ഈ പുസ്തകത്തിൽ ഈ കുറിപ്പ് വായിച്ചപ്പോൾ അന്ന് ഡിന്നർ കഴിക്കാൻ പോയ ആ വീടും വീട്ടിലെ മക്കളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വന്നു. 2 ആൺമക്കളാണ്. ഇളയവനെ ആ അച്ഛനും അമ്മയും അങ്ങോട്ട് വാഴ്ത്തുകയാണ്. സകല കലാവല്ലഭൻ. അവനെ കൊണ്ട് പാട്ട് പാടിച്ചും അവൻ വരച്ച ചിത്രങ്ങൾ കാണിച്ചു തന്നും അവൻ വാരിക്കൂട്ടിയ അവാർഡുകളും മെഡലുകളും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്ന അലമാര തുറന്ന് കാണിച്ചും എന്നെ അവരങ്ങനെ അമ്പരപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ കണ്ണ് അപ്പോഴെല്ലാം നിശബ്ദനായി അവിടെ ഇരിക്കുന്ന മൂത്ത മകനിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ അമ്മ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഇവന് ഇതിലൊന്നും താല്പര്യമില്ല, എന്ത് ചെയ്യാം, 2 ആളും 2 സ്വഭാവമായി പോയി എന്ന്. ഞാൻ ആലോചിച്ചു, നമ്മുടെ മുന്നിൽ തന്നെ ഇങ്ങനെയാണ് 2 മക്കളോടുള്ള വേർതിരിവെങ്കിൽ അല്ലാത്ത നേരത്ത് എങ്ങനെയായിരിക്കും എന്ന്. അന്ന് ആ വീട്ടിൽ പോയിട്ട് മടങ്ങിയ ശേഷം കുറേ ദിവസം വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ഞാനതങ്ങ് മറന്നു. ഇന്ന് ബോബി അച്ഛൻ്റെ കുറിപ്പ് വായിച്ചപ്പോൾ ആ കുറിപ്പ് ഇങ്ങനെയാണ്. ഒരമ്മയുടെ പരാതിയാണ്. 2 മക്കൾ. ഒരാൾ വെളുപ്പിന് എഴുന്നേറ്റ് കുളിക്കും, നന്നായിട്ട് പഠിക്കും, എല്ലാത്തിനും ഫസ്റ്റാണ്. മറ്റവൻ രാവിലെ എഴുന്നേറ്റാൽ പശുക്കൾക്ക് പുല്ല് പറിച്ചു കൊടുക്കാനും കോഴിക്ക് തീറ്റ കൊടുക്കാനും ഒക്കെ ആയിട്ട് നടക്കും. പിന്നെ വയ്യാതെ കിടക്കുന്ന വല്യപ്പച്ചൻ്റെ കാൽ തിരുമ്മി കൊടുക്കാനും അദ്ദേഹത്തെ എണീപ്പിച്ച് ഭക്ഷണം വാരി കൊടുക്കാനും ഒക്കെ നടക്കും. അവൻ്റെ കാര്യം എന്താവുമോ എന്തോ എന്ന് ആ അമ്മ പരിഭവം പറയുമ്പോൾ ബോബി അച്ഛൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. അമ്മ, മൂത്തവൻ ഉന്നതമായൊരു സ്ഥാനത്ത് ചെന്നെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ദൂരെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തോ പട്ടണത്തിലോ ഒക്കെ എത്തി അവിടെ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുമ്പോൾ ജോലി തിരക്കിനിടയ്ക്ക് അമ്മയെ വിളിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും അവൻ അന്വേഷിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ഡോക്ടറുടെ മുറിക്ക് പുറത്ത് ടോക്കണും എടുത്ത് അമ്മയെയും താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഇവനേ ഉണ്ടാവൂ എന്നുള്ള കാര്യം അമ്മ മറക്കരുത് എന്ന്.